സെയിന്റ് ആൻഡ്രൂസ് ദ അപ്പോസിൽ ദ ഫസ്കോൾഡ് 1698 സ്ഥാപിതമായ പുരസ്കാരം. ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധത്തിന്റെ ഊഷ്മളതയ്ക്കും ദൃഢമാക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനും മോദിക്ക് 2019 പ്രഖ്യാപിച്ചതാണ്. ഈ റഷ്യൻ സന്ദർശനത്തിൽ മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. 140 കോടി ഇന്ത്യക്കാർക്കുള്ള അംഗീകാരമെന്ന് മോദി. ये सम्मान केवल मेरा सम्मान नहीं है, यह 140 करोड़ भारतवासियों का सम्मान है. പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയെ അടുത്ത സുഹൃത്തായി കാണുന്ന റഷ്യയ്ക്ക് മോദി നന്ദി പറഞ്ഞു. ലോക സമൂഹത്തിന് വേണ്ടി സമാധാനത്തിനൊപ്പം എന്ത് വില കൊടുത്തും നിൽക്കാൻ തയ്യാറാണെന്ന് പുടിനെ മുന്നിലിരുത്തി പ്രധാനമന്ത്രിയുടെ പ്രതികരണം. യുദ്ധമായാലും ഭീകരാക്രമണമായാലും കുരുന്നുകൾ ഉൾപ്പെടെ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യ മനസാക്ഷിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് മോദി. യുക്രൈൻ വിഷയത്തിൽ ആഴമേറിയ ചർച്ചകൾക്ക് മാത്രമേ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയൂവെന്നും ഇന്നലെ ദീർഘനേരം വിഷയത്തിൽ പുടിനുമായി സംസാരിച്ചുവെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി. യുക്രൈൻ हम दोनों अपने अपने विचार खुले मन से विस्तार से हम उसकी चर्चा कर पाए और बड़े आदर के साथ एक दूसरे के विचारों को हमने सुनने समझने का प्रयास किया. എന്നാൽ മോദി പുടിൻ കൂടിക്കാഴ്ച സമാധാന ശ്രമങ്ങൾക്കേറ്റ പ്രഹരമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. ഇന്ന് റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 37 പേരാണ് യുക്രൈനിൽ മരിച്ചു വീണത്. അതിനിടയിൽ മോദി ലോകത്തെ ഏറ്റവും വലിയ യുദ്ധ ക്രിമിനലിന് ആലിംഗനം നൽകുകയായിരുന്നുവെന്ന് സെലൻസ്കി വിമർശിക്കുന്നു. ഇന്ത്യ റഷ്യ നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി യുക്രൈൻ റഷ്യ യുദ്ധമുഖത്ത് റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ട 40ഓളം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനും ധാരണ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.